നിനക്ക് കുറേ നാളിന് ശേഷം ഞാൻ തിരിച്ചു വന്നേ കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ ഇതൊക്കെ ഭയങ്കര ലെവലിൽ കിടക്കുന്നുണ്ട്. ഇപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയോ തൊട്ട് പിടിച്ച് വെച്ചേക്കുക. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാം ക്ലിയർ ആക്കും. ഇതൊക്കെ എന്ത് വഴവും ഇതൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയത്. പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു വീഡിയോ കൂടി ഇപ്പോൾ ഇടുന്നതായിരിക്കും. ഇപ്പം അല്ല, ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. വേറൊന്നുമല്ല, നമ്മൾ ബ്ലൈൻഡ് ബാഗ് അൺബോക്സ്. ഇത് പെട്ടെന്ന് അൺബോക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പിന്നെ വേറെ ഒന്നും സെറ്റപ്പൊക്കെ ചെയ്യാൻ. അപ്പോൾ രണ്ടാണ് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു കേട്ടോ. ഇതെല്ലാം നമുക്ക് കമന്നിരിക്കുമോ കർത്താവേ, എല്ലാം പെയിൻ്റൊക്കെ കമന്നും തിരിഞ്ഞു. ബാക്കിയുള്ള ഐറ്റംസൊക്കെ അൺബോക്സ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വെക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡ്രോയറിൽ തുടങ്ങാം. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ വെച്ച് വേണം ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കവായ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ 2 പാർട്ടാക്കി എടുത്തതിന് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. കാരണം ഇതിന് ഭയങ്കര നീളമായതുകൊണ്ട് തന്നെ ഞാൻ അത് 2 രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം ഞാൻ ഇവിടെയും ഒരെണ്ണമുണ്ട് ഈ ഒരു ബോക്സിലായിട്ട് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചത് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഇതൊന്നും ഇവിടെ കാണാൻ നോക്കിയപ്പോൾ എല്ലാം താഴെ ഇങ്ങനെ ചെതറി കിടക്കുന്നു. അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡിലാക്കിയതുണ്ട്. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഈ ഇരിക്കുന്നില്ല. അപ്പം ഞാൻ നോക്കും ഇതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ടോപ്പിലൊരു ഷെൽഫ് വേണ്ട. അതാണ് നമ്മുടെ ഇന്നത്തെ പണി. ടോപ്പിൽ ഒരു ഷെൽഫ് വേണ്ട ഗൈസ്. അവിടെ തന്നെ നമുക്കതങ്ങ് എടുത്ത് മാറ്റാം. ഓക്കെ, ഇനിയുള്ള പണി എന്ന് വെച്ചാൽ ഈ സംഭവം ഒന്ന് കുത്തി ചെയ്യാൻ നോക്കാം. ഇത് രണ്ട് സൈഡാക്കി ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്. അതുപോലെ എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ വിചാരിക്കും ഏറ്റവും ടോപ്പിൽ നിന്നാണ് നമ്മൾ ഈ സംഭവം അങ്ങ് മാറ്റുവാണ്. ഏറ്റവും ടോപ്പിൽ ഈ സംഭവം മാറ്റിയിട്ട് ഏറ്റവും ടോപ്പ് ഇതാണ്ട് ഇതെടുത്ത് അങ്ങോട്ട് വെക്കാം. വേണ്ട പ്ലേസ് നിങ്ങൾക്കാണെങ്കിൽ വീഡിയോ കാണാൻ പറ്റില്ല, ഞാൻ വെച്ചിട്ട് ഞങ്ങളെ കാണിച്ചു തരാം. കർത്താവേ, അപ്പോൾ എല്ലാം കൂടി ഇളകി വന്ന. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. വേണ്ട ഇങ്ങനെ ആക്കിയിട്ടുണ്ടേ. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ഐറ്റംസ് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കവായ സ്റ്റിക്കറാണ്. ഇതൊരു ഷെൽഫായിട്ട് ഇങ്ങനെ വെക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാം അല്ലേ. ചരിഞ്ഞ് വീഴായിരുന്നത്. അങ്ങനെ നമ്മൾ ബാക്കി കട്ടിയെടുത്ത് കവായ സ്റ്റിക്കറല്ലേ, അത് ഞാനുണ്ടല്ലോ ഇതേപോലെ വെക്കാൻ പോവാണേ ഇതിലിങ്ങനെ. കാരണം അമ്മ ഇളകിയല്ലോ, പോയി ഇതാണ് ഈ പ്രശ്നം. ടൂത്ത് സ്റ്റിക്കറ്റ് വെച്ചിട്ടും ഒരുമാതിരി ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇളകി പോവാം. ഓക്കെ, അന്നതാണ് ഇപ്പം ഇളകി പോകത്തില്ല. ഇനി നോക്കിയോ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നില്ല കുറച്ച് രസം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കറില്ലേ, ഇത് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ ബാക്കി കട്ട് ചെയ്ത് കവായ സ്റ്റിക്കറും ഇവിടെ ഇങ്ങനെ വെക്കാൻ പോവാണ്. അപ്പം ഇനി റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇതേപോലെ ആക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പണി കൂടി ചെയ്യാനുണ്ട്. അവിടെ ഞാൻ ഈ ഒരു ഇത് വെക്കാൻ പോകും. എന്തുവാ നിങ്ങൾക്ക് ഗൈസ് ഈ റൈറ്റ് എന്താണെന്ന് മനസ്സിലായോ? ഞാൻ നമ്മുടെ മറ്റേ ആ സ്ക്വിഡ് ഗെയിം അല്ലേ, അതിനകത്തുള്ള പോലെ റെഡ് സിഗ്നൽ എന്നെ കാണിക്കത്തില്ലേ. സ്ക്വിഡ് ഗെയിമിൻ്റെയും പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു ബട്ടണിനെ പിടിച്ച് ഞെക്കണം. ഞെക്കുമ്പോൾ റെഡ് ലൈറ്റ് കത്തും. അങ്ങനെ സ്ക്വിഡ് ഗെയിമിലുള്ള ഒരുമാതിരി ഐറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ നിരങ്ങി അങ്ങ് പോവുക. അപ്പം അതുകൊണ്ട് നിരങ്ങാതിരിക്കാനായിട്ടാണ് ഞാൻ അതവിടെ വെച്ചത്. നമ്മൾ സ്ക്വിഡ് ഗെയിമിന് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമ്പം സ്ക്വിഡ് ഗെയിമിന് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും പോയി ആ സാധനം വെച്ചിട്ട് ഞാൻ ചെയ്യും കേട്ടോ. രസമായിരിക്കും, വെക്കുന്നില്ല. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഞാൻ നമ്മുടെ പെയിൻറ്റിൻ്റെ ഐറ്റംസ് ഇല്ലേ, പെയിൻ്റൊന്നും എന്തായാലും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇതേപോലത്തെ ഒരു ഷാർപ്നർ വെക്കുന്നുണ്ട്. എല്ലാം ക്യൂട്ട് പ്രൊഡക്ട്സ്. പിന്നെ ഉള്ള നമ്മുടെ എഗ്ഗില്ലേ, ഈ എഗ്ഗ്
ഈ എഗ്ഗ് വെച്ച് നമ്മളാണെങ്കിൽ നമ്മുടെ ആ സ്വിഗ്ഗി എന്നൊരു പണി ചെയ്യുന്നത് വഴിയേ മനസ്സിലാവും. ഓക്കെ, പിന്നെ വെച്ചാൽ നമ്മുടെ ചെറിയ ടോയ്സ് ഒക്കെ ഇല്ലേ, എൻ്റെ കയ്യിലുള്ള ചെറിയ ടോയ് ആയിട്ടുള്ള ഐറ്റംസും എല്ലാം തന്നെ നമ്മൾ വന്ന് ഈ ഒരു ഐറ്റത്തിനാണ് വല്ലറും ബർത്ത്ഡേ നമ്മളെ കാര്യങ്ങളൊക്കെ വന്നാൽ ഇത് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ഇനി വേറെ ഏതൊരു ദിവസം ഞാനാണ് ഈ ഒരു അൺബോക്സ് ചെയ്യും. ഇത് ഈ ഒരു ടോയ് ബോക്സ് അതൊന്നും നിങ്ങൾക്ക് കാണാം. ഡിഫറെൻറ്റ് കുഞ്ഞിൽ നമ്മുടെ കൊച്ചു പ്രായത്തിലെ ടോയ്സൊക്കെ ഞാൻ ഇങ്ങനെ സേവ് ചെയ്തിങ്ങനെ അവിടെ വെക്കും. അവിടെ ഓക്കെ, ഞാൻ നമ്മുടെ സ്പോട്ടിലെല്ലാം കൂടി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഇതെന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചൊരു ഐറ്റമാണ്. പക്ഷെ എല്ലാം കൂടി തല്ലിപ്പൊളിഞ്ഞൊരുമാതിരി ഇങ്ങനായി. ഇതിനെങ്ങനെയെങ്കിലും ശരിയാക്കണം. ഇതിൻ്റെ ഒരു ചില്ല് കഷ്ണം അകത്തോട്ട് കയറി ഡേഞ്ചറാണ്. ഏതെങ്കിലും ദിവസം നമുക്ക് ശരിയാക്കാം. ഇത് എൻ്റെ അമ്മയ്ക്കൊരാൾ ഗിഫ്റ്റ് തന്ന സാധനമാണ്. അത് ഞാൻ ഇങ്ങനെ ആക്കി. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ഫസ്റ്റ് സക്സസ് ആയ ഈ ഒരു ഐറ്റം വെച്ചുണ്ടാക്കിയ ഫസ്റ്റ് സക്സസ് ക്രാഫ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ സ്ഥലം മാറ്റുകയാണ്. അത് അവിടെ വെക്കുവാണ്. ഇതേ ഇവിടെ വെക്കുക. പക്ഷെ ഇവിടെ ഒരുമാതിരി ഇത് ഇരിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങ് അറ്റത്ത് വെക്കാൻ പോയത്. ഇതാണ് ഞാൻ പിടിച്ചിപ്പോൾ മാറ്റട്ടെ. എന്നിട്ട് നമ്മുടെ തന്നെ ഈ ഒരു ടിന്നില്ലേ, ഇതാണ് ഞാൻ വെക്കുന്നത്. നമ്മുടെ ഈ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നിങ്ങൾ ഇത് അടിച്ചു കൊടുത്താൽ മതി. എല്ലായിടത്തും ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പെയിൻ്റാണിത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിട്ട് എടുത്തത്. നല്ല കളേഴ്സ് ആയിട്ടുള്ളതായിരുന്നു. നല്ല കളേഴ്സാണ് എനിക്ക് കിട്ടിയത് ഇതിനകത്തുനിന്ന്. പിന്നെ നമ്മൾ ഇതിനകത്താണെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി ബ്ലാൻഡ് ബാഗ് ഞാൻ പൊട്ടിക്കാൻ പോവാണേ. ഞാൻ ഓൾറെഡി അതൊന്ന് പൊട്ടിച്ചായിരുന്നു. അപ്പം ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമ്മൾ ഇതിനകത്തിരിക്കുന്ന സ്റ്റേഷനറി എല്ലാം ഇറക്കാം. അപ്പോൾ ഇതിനകത്ത് കവായ് സ്റ്റിക്കറുണ്ട്. ഒരു ഷീറ്റ് കവായ് സ്റ്റിക്കറുണ്ട്. അത് ഞാൻ ഇതിനകത്തെടുത്ത് വെക്കട്ടെ. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് അതിനകത്തെടുത്ത് വെക്കാൻ പറ്റും നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ചെറിയ ഐറ്റംസും ഒക്കെ വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ വീഡിയോ കാണിച്ചായിരുന്നു. ഇതൊക്കെ ഞാനാണല്ലോ, നമുക്ക് ആപ്പാടി പച്ചയുള്ളായിരുന്നു. പച്ച വെച്ച് നമ്മൾ അത് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനാണല്ലോ പുറത്ത് പോയായിരുന്നേ. പുറത്ത് കണ്ട് ഈയിടെ ജസ്റ്റ് ഒന്ന് പോയപ്പം ഇത് കണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണ്ടിയ കളേഴ്സ് എന്ന് വെച്ചാൽ ഗോൾഡും പർപ്പിളുമാണ്. അപ്പോൾ ഗോൾഡിൻ്റെ ഈ പൗഡർ ഞാൻ മേടിച്ചില്ല. എന്നിട്ട് അത് സീനാന്ന് വിചാരിച്ചിട്ട് സ്റ്റാർ മേടിച്ചേ. പിന്നെ നമ്മുടെ ഈ ഗോൾഡിൻ്റെ ഗ്ലിറ്റർ പൗഡറാണേ. ഞാൻ ഇത് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗ്ലിറ്ററില്ലേ, ഇത് ഞാൻ നമ്മുടെ കോവിഡിന് മുമ്പായിട്ട് മേടിച്ച ഐറ്റമാണിത്. എപ്പോഴും എൻ്റെ കയ്യിൽ ഈ സംഭവം ഉണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ എൻ്റെ പണ്ടിൻ്റെ ഫ്രണ്ട്സ് വന്ന് ചില ഗ്ലിറ്റേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ചുള്ളേ കണ്ടോ. എൻ്റെ പണ്ടെൻ്റെ ഫ്രണ്ട്സ് വന്ന് ചില ഗ്ലിറ്റേഴ്സൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. കണ്ട അവർ തന്ന പഴയ ഐറ്റംസൊക്കെ എൻ്റെ ഓർമ്മയ്ക്ക് വെച്ചേക്കുന്നത്. പിന്നെ വെച്ചാൽ ഞാൻ ഇതിനകത്ത് നമ്മുടെ ചില പെൻസ്. ഓക്കെ, അപ്പം നമ്മളിനി ഇതിനകത്ത് വെക്കാൻ പോകുന്നതാണ്. ഇതാണേ ഈ ഐറ്റം എന്താണെന്നറിയോ, ഇത് ഞാൻ സത്യം പറഞ്ഞാൽ മേടിച്ചത്. ഗൈസ്, ഞാൻ പാട്ടും ഇടാം കേട്ടോ. ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മറക്കാതെ കാണണേ. ബൈ.